ഒഡീഷയിലെ നുവാപാഡ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഒഡീഷയിൽ നടക്കുന്നത്. BJD സ്ഥാനാർത്ഥിയെ ചാക്കിട്ടു പിടിച്ച് BJP സ്ഥാനാർത്ഥിയാക്കിയതാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ മാത്രം ഏതാണ്ട് 2000-ഓളം പേരാണ് NDA വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിലവിൽ BJD പോലുള്ള മറ്റു പാർട്ടികളിൽ നിന്നും പരമാവധി പേരെ കോൺഗ്രസിൽ ചേർക്കുവാനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ബേല പഞ്ചായത്ത് സമിതി അംഗം ലക്ഷ്മൺ പാണ്ഡെ, മുൻ സർപഞ്ചായത്ത് അനന്ത സാഹു, ആം ആദ്മി പാർട്ടിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആരിഫ് ബേഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏതാണ്ട് 2000-ഓളം പേർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. PCC അധ്യക്ഷനായ ഭക്തചരൺ ദാസിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നത്. നിലവിൽ BJPക്ക് തിരിച്ചടികളുടെ കാലമാണ്. BJP നേതാക്കൾക്ക് പ്രചരണത്തിന് പോലും പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഒഡീഷയിൽ ഉണ്ടായിരിക്കുകയാണ്. ഒഡീഷയിലെ ദുവാപാഡയിൽ നോമിനേഷൻ സമർപ്പിക്കുവാൻ BJP സ്ഥാനാർത്ഥിക്കൊപ്പമെത്തിയ നേതാക്കളെ കൂകി വിളിക്കുകയും വോട്ട് ചോർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. മരിച്ചുപോയ BJD MLA-യുടെ മകനെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയാണ് BJP ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഒരു സഹതാപ തരംഗത്തിനാണ് BJP ശ്രമിക്കുന്നതെങ്കിലും BJD സ്ഥാനാർത്ഥിയുടെ കൂറുമാറ്റം അവർക്ക് എതിരാകുമെന്ന കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒഡീഷ PCC അധ്യക്ഷനായ ഭക്തചരൺ ദാസ് നുവാപാഡയിൽ ക്യാമ്പ് ചെയ്താണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. മരിച്ചുപോയ BJD MLA-യുടെ മകൻ BJP സ്ഥാനാർത്ഥിയായതോടെ മത്സരം BJPയും കോൺഗ്രസും തമ്മിലായിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റിൽ BJD 3-ാം സ്ഥാനത്താകുവാനാണ് സാധ്യത. അവർ പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ അവസാന ഫലത്തിൽ നിർണായകമായേക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന സംഭവം നരേന്ദ്രമോദിയുടെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ വരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ ഒഡീഷ മുഖ്യമന്ത്രിയായ മോഹൻ ചരൺ മാഞ്ചിയെയോ പോസ്റ്ററുകളിൽ കാണാൻ സാധിക്കുകയില്ല. മോദിയുടെയോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയോ പടം വച്ചാൽ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് BJP സഹതാപ തരംഗത്തിലൂടെ വിജയിച്ച് കയറുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്.